ആധുനിക കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് ശാന്തിയും സമാധാനവും അന്വേഷിച്ചുകൊണ്ട് അലഞ്ഞു തിരിയുന്ന മനുഷ്യരെ ഒട്ടേറെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നതാണ്. അവ നേടിയെടുക്കുവാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ അവലംബിക്കുകയും വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നവനാണ് മനുഷ്യൻ. പക്ഷേ അത്തരം പരിശ്രമങ്ങളൊന്നും തന്നെ കാര്യമായി ലക്ഷ്യം കാണുന്നില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവുകളാണ് പത്രത്താളുകളിൽ ദിനേന എന്നോണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആത്മഹത്യാ വാർത്തകൾ. ഇവിടെയാണ് ശാന്തി അന്വേഷിച്ചുകൊണ്ട് പർവ്വതങ്ങൾ കയറുന്നവരുണ്ട്, വനാന്തരങ്ങളിലേക്ക് ഉൾവലിയുന്നവരുണ്ട്, അതേപോലെ ഗ്രന്ഥശാലകളിൽ തപസ്സിരുന്നു കൊണ്ട് സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുന്നവരുണ്ട്. പക്ഷേ അത്തരം ആളുകളെല്ലാം മുന്നോട്ട് വെക്കുന്ന പല ആശയങ്ങളും മനുഷ്യനെ കൂടുതൽ അശാന്തിയിലേക്കും കൂടുതൽ അസമാധാനത്തിലേക്കും നയിക്കുന്നവയാണ് എന്നും നമുക്ക് കാണാൻ കഴിയും. ഒരു കവി പാടിയതുപോലെ, ഈശ്വരനെ തേടിപ്പോണവരെ, ശാശ്വതമാം സത്യം തേടിപ്പോണവരെ, നിങ്ങൾ മനുഷ്യപുത്രന് കൊണ്ടുവരുന്നത് മരക്കുരിശല്ലോ എന്ന വരികൾ ഈ ഒരു സത്യത്തിൻ്റെ ഒരു സൂചനയാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വ്യക്തമായി സൂചിപ്പിക്കുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് മാത്രമാണ് ഹൃദയങ്ങൾ സമാധാനമടയുന്നത്. അപ്പോൾ അള്ളാഹുവിനെ ഓർക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? ഖുർആൻ അതും നമുക്ക് വ്യക്തമാക്കി തരുന്നു. അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. അള്ളാഹുവുമായിട്ടുള്ള ഒരു അടിമയുടെ, ഒരു വിശ്വാസിയുടെ സ്വകാര്യ സംഭാഷണമാണ്, മുനാജാത്താണ് യഥാർത്ഥത്തിൽ നമസ്കാരം. ആ നമസ്കാരം കൃത്യമായി നിർവഹിക്കുമ്പോഴാണ് ഒരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ മനസ്സമാധാനം ലഭിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ജുഇലത്ത് ഖുർറത്തു ഐനി ഫി സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ, എനിക്ക് കൺകുളിർമ ലഭിക്കുന്നത് നമസ്കാരത്തിലൂടെയാണ്. ഏതൊരുവിധ പ്രയാസങ്ങൾ അലട്ടുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് 2 റക്അത്ത് നമസ്കരിക്കുമായിരുന്നു. അപ്പോൾ നമസ്കാരം മനുഷ്യന് ശാന്തി നൽകുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെയാണ്. അവൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതും എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ നമസ്കരിക്കുമ്പോൾ തീർച്ചയായും ആ നമസ്കാരം നമുക്ക് കൺകുളിർമയും ശാന്തിയും മനസ്സിന് സമാധാനവും പ്രദാനം ചെയ്യും എന്നതിൽ സംശയമില്ല. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ അവർ വിജയിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരങ്ങളിൽ ഖുശൂ ഉള്ളവരാണ് അവർ. അപ്പോൾ ആ രൂപത്തിൽ ഖുശൂഓടുകൂടി, ഖുളൂഓടുകൂടി, അടക്കത്തോടും അനക്കത്തോടും കൂടി നമസ്കാരം നിർവഹിച്ചുകൊണ്ട് യഥാർത്ഥ വിജയത്തിലെത്തിച്ചേരുവാൻ, യഥാർത്ഥ മനഃശാന്തി ലഭിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടാൻ ആയിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.